വൻ പരിപാടി. ഓ നോ. പരിപാടി കലക്കൻ ആണോ? പഞ്ചായത്ത് മൊത്തം വളഞ്ഞിട്ടുണ്ട് ഇതിന്റെ ചുറ്റിലും. ആരെ പോലീസുകാരുണ്ടോ? പിടിക്കാനൊന്നുമല്ല, പരിപാടി വൻ ഹിറ്റ്. വീണ്ടും കിച്ചാപ്പ് വന്നിരിക്കുകയാണ്. കിച്ചാപ്പല്ല, കുഞ്ഞാപ്പു. കുഞ്ഞാപ്പു വന്നിരിക്കുകയാണ്. എങ്ങനെ ഈ പാട്ടൊക്കെ കാണാപ്പാടം പഠിച്ച് ഇത്രയും പാടുന്നത്? ഒരു പേര് വരേക്ക് പറയാൻ പറ്റണല്ലോ. കുഞ്ഞാപ്പു, കുഞ്ഞാപ്പു, പ്രസിഡന്റ് കുഞ്ഞാപ്പു. ഓക്കെ, അപ്പം കുഞ്ഞാപ്പു സന്തോഷവാനാണ്. ഹാപ്പി ഹാപ്പി. സത്യം എന്നോട് പറയാതെ തുടങ്ങിയെങ്കിലും ഇപ്പൊ ഞാൻ ഹാപ്പിയാണ്. ഇവിടെ ഞാൻ ഇപ്പൊ വന്ന എന്താന്ന് വെച്ചാല്, നിങ്ങൾക്ക് വലിയ ചെലവില്ലാത്തതും എന്നാ ഞങ്ങൾ തോന്നിയാസക്കാർക്ക് അത്യാവശ്യം ഗുണമുള്ളതുമായിട്ട് ഒരു കാര്യം പറയാൻ പറ്റും. എന്താണ് കുഞ്ഞാപ്പു? പാർവതി ദേവി വേണമെങ്കിൽ 5 മിനിറ്റ് ബ്രേക്ക് എടുത്ത് മാറിയുന്നു ഈ ഓണത്തിന്. പാർവതി ബാബു എന്തോ ആവട്ടെ. പാർവതിനെ മാറ്റി വെച്ചിട്ട് ഇവിടെ ഒരു പരിപാടി ഇല്ല. അല്ലല്ല, ബ്രേക്ക് വേണോ വേണമെന്നൊക്കെ ഞാൻ ബ്രേക്ക് കഴിഞ്ഞപ്പോ വന്നേ. ചേട്ടൻ എന്താ ചേട്ടൻ ഉദ്ദേശം എന്താ, കാര്യം എന്താ? ഒന്നുമില്ല, നിന്നോട്ടെ, കുഴപ്പമില്ല, നിന്നോട്ടെ. ഈ ഓണത്തിനിടയ്ക്ക് ഞാൻ ചെറുതായിട്ട് ഒരു ചെറിയ പുട്ടുകച്ചവടം നടത്താൻ പോവാ. ഓക്കെ, കടയിടാൻ പോവല്ല, പേടിക്കണ്ട. എന്താന്ന് വെച്ചാലേ, കേരളത്തിൽ ഏറ്റവും കൂടുതൽ കരിക്ക് ഉൽപ്പാദിപ്പിക്കുന്നത് ഞങ്ങൾ തോന്നിയാസക്കാരക്കാരാ. ഞങ്ങളെ പഞ്ചായത്താണ്. ഇവിടെ ഞങ്ങളെ കരിക്കിന് ഒരു ബ്രാൻഡ് അംബാസഡർ ഇല്ല. ഇല്ല. പാർവതിയാണോ? പാറുവിന്റെ കരിക്കിന്റെ ബ്രാൻഡ് അംബാസഡർ അത് പറയാനാണോ വന്നേ? ഇതല്ല, കഴിവുള്ള സിനിമയിലേക്കുള്ള ആരെങ്കിലും വേണം. ഓ ഓക്കെ. അപ്പൊ അങ്ങനെ പാറുവിന്റെ സിനിമാ നടിയാ അവിടെ. അങ്ങനെ കുറച്ച് പക്ഷെ പാറുവിന് വലിയ വില കൊടുക്കേണ്ടി വരും. പിന്നെ വലിയ വില മാത്രമല്ല, കഴിവ് എന്ന് പറഞ്ഞൊരു സാധനം ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ അങ്ങനെയുള്ള ഒരു സാധനം തപ്പി നടന്നപ്പോ നമ്മുടെ ഈ ഫ്ലോറിന്റെ പുറത്ത് കാരവാനിലുണ്ട് ഒരാളിരിക്കണം. ഞങ്ങളുടെ ബ്രാൻഡ് അംബാസഡർ ആവാൻ പറ്റിയ ഒരാൾ അവിടെ ഇരിക്കുന്നു. ആരോടെച്ചിട്ട് അങ്ങോട്ടൊക്കെ പോയത്? ആവശ്യമില്ലാത്ത സ്ഥലത്തേക്കൊക്കെ ഓണ വഴിക്കാൻ പരിപാടി നല്ലതാണല്ലേ നോക്കിയാ പോരെ, എന്തിനാ അങ്ങോട്ടൊക്കെ പോകുന്നത്? എങ്ങനെയും നിങ്ങൾ എല്ലാവരും കൂടെ സംസാരിച്ചിട്ട് പുള്ളി ഞങ്ങളുടെ ബ്രാൻഡ് അംബാസഡർ ആക്കി തരാം. ഇല്ല, അത് അതിപ്പം പാറു പറയണം നമ്മളത് ചെയ്യണോ വേണ്ടയോ. ഞാൻ കാല് പിടിക്കാം. കാരണം ഞങ്ങളെ തോന്നിവാസക്കാർക്ക് ഒരു ബ്രാൻഡ് അംബാസഡർ ഇല്ല കരിക്കിന്. എങ്ങനെയും ആ പുള്ളി ആ കാരവാനിൽ ഇരിക്കുന്ന ഏതാ പുള്ളി? അല്ല, പുള്ളി അവിടെ ഒരു പുള്ളി ഇരിപ്പുണ്ട്. ഒരാള് വന്നിട്ടുണ്ട്. പക്ഷെ നമ്മുടെ സൂപ്പർ സ്റ്റാറിന്റെ ഗ്രാൻഡ് ഫിനാലേക്ക് നമ്മൾ ഗസ്റ്റ് ആയിട്ട് കൊണ്ടുവന്നേക്കാം. അതെങ്ങനെ? കുഞ്ഞാപ്പു, അതായത് ഇവിടെ വരുന്ന ഗസ്റ്റുകളൊക്കെ നിങ്ങൾ ഇങ്ങനെ ബ്രാൻഡ് അംബാസഡർ കരിക്കിന്റെ ഒക്കെ തേങ്ങയുടെന്നൊക്കെ പറഞ്ഞാൽ അത് നമ്മള് കരിക്കൊന്നും കൊച്ചാക്കി കാണാൻ പറ്റില്ല. പക്ഷെ നമ്മൾ ഇവിടെ കൊണ്ടുവരുന്നവരാണ് നമുക്ക് എങ്ങനെ അങ്ങനെ നിങ്ങൾ ആക്കി തരണ്ട. നിങ്ങളൊന്ന് സംസാരിച്ചാൽ മതി, ബാക്കി ഞാൻ ആയിക്കോളാം പ്ലീസ്. അല്ല, അത് പാറു പറയട്ടെ എന്താ ചെയ്യേണ്ടത്. ഒന്ന് സമ്മതിച്ചാ പ്ലീസ്. എനിക്കെന്താ നേരത്തെ കഴിവില്ലെന്നോ? കഴിവ് കുറെ കഴിവുണ്ട്. കഴിവ് കൂടിപ്പോയി, കഴിവേറി. ഏറിപ്പോയ കഴിവ്, ഏറിപ്പോയ ഒരാൾ, കൂടിപ്പോയ ഒരാൾ. ഒന്ന് അക്സെപ്റ്റ് പ്ലീസ്. ഞാൻ ആലോചിക്കട്ടെ, കുറച്ചൊക്കെ മാറി. അപ്പൊ ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്യാം. ഒന്ന് വന്നാ ഒന്ന് സെറ്റ് ആക്കി തരണേ. നോക്കാം. പാറു പറഞ്ഞാൽ നമ്മള് ഓക്കെ അടിക്കും. എന്തൊരാശ്വാസം. അപ്പൊ എന്തായാലും കഴിവുള്ള ആ പ്രസിഡന്റ് കുഞ്ഞാപ്പു പറഞ്ഞ കാരവനിലിരിക്കുന്ന നമ്മളുടെ ആ സ്പെഷ്യൽ ഗസ്റ്റ് ആരാന്ന് അറിയണ്ടേ? ഒരുപാട് പേര് വന്നു പോയി. ഗ്രാൻഡ് ഫിനാലേക്ക് ഗ്രാൻഡ് ആയിട്ടൊരു ഗസ്റ്റിനെ കൊണ്ടുവരണമെന്നായിരുന്നു നമ്മുടെ തീരുമാനം. അങ്ങനെ ഇറക്കാണ്. മലയാളം സിനിമയിലെ യുവ നടൻ, നമ്മളുടെ ഒക്കെ ഫേവറേറ്റ്, ഒരുപാട് കിടിലൻ ക്യാരക്ടേഴ്സ് ചെയ്ത നമ്മുടെ സ്വന്തം ആസിഫിക്ക. സൂപ്പർ സ്റ്റാറിന്റെ ഗ്രാൻഡ് ഫിനാലെ വേദിയിലേക്ക് ആസിഫ് അലിനെ ഞാൻ ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാണ്. താങ്ക് യു പാർവതി. പക്ഷെ ഞാനും ഭയങ്കര എക്സൈറ്റഡ് ആണ്. എനിക്ക് ഗ്രാൻഡ് ഫിനാലിൽ വരിക എന്ന് പറയുന്നതും പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ എനർജിയും, അത് വിൻ ചെയ്യുമോ എന്നുള്ള ടെൻഷനും, അത് വിൻ ചെയ്യുമ്പോൾ സന്തോഷവും
ഇൻ കേസ് അത് വിൻ ചെയ്യാൻ പറ്റില്ലെങ്കിൽ അവരെടുക്കുന്ന ആ സ്പോർട്സ്മാൻ സ്പിരിറ്റും അവർക്ക് കിട്ടുന്ന സപ്പോർട്ടും ഒക്കെ നേരിട്ട് കണ്ട് ആസ്വദിക്കാൻ പറ്റുക എന്ന് പറയുന്നത് ഏതൊരു കലാകാരന്റെയും ഭയങ്കര വലിയൊരു എന്താ പറയാ ഒരു കൃത്യമായ ഒരു പ്ലേസിംഗ് ആണ്. അതെ, ആസിഫിക്കൊക്കെ എനിക്ക് തോന്നുന്നു അമൃത TV ഒരു പുതിയൊരു വേദിയല്ല അല്ലേ? മുന്നേ ആസിഫിക്ക വന്നിട്ടുണ്ട്. ആ ഒരു മെമ്മറി നമ്മളോടൊന്ന് ഷെയർ ചെയ്യോ? എനിക്ക് ആദ്യം പറയുകയാണെങ്കിൽ സൂപ്പർ സ്റ്റാറിനെ പറ്റി തന്നെ പറഞ്ഞു തുടങ്ങണം. കാര്യം ഇതുപോലൊരു ഗ്രാൻഡ് ഫിനാലേക്ക് കുത്തിയിരുന്ന് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ജോബും അതിനുണ്ടാക്കിയ ഒരു ഇമ്പാക്ട്, പ്രത്യേകിച്ച് മലയാളം ടെലിവിഷൻ ആ ഒരു സമയത്ത് ആദ്യമായിട്ട് വരുന്ന ഒരു റിയാലിറ്റി ഷോയെ അവര് സെലക്ട് ചെയ്ത പാട്ടുകള് ഇപ്പോഴും അന്ന് കേട്ട പല പാട്ടുകളും ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത് ആ പെർഫോമൻസസ് കൂടെയായിരുന്നു. താനേ തിരിഞ്ഞും ഞാൻ എനിക്കുള്ള പണി ഞാൻ തന്നെ ചോദിച്ചു. ഞാൻ ആ പാട്ട് പണ്ട് കേട്ടിട്ടുണ്ടായിരിക്കും, പക്ഷെ എനിക്ക് ആ പാട്ട് ഭയങ്കരമായിട്ട് ഞാൻ ഇഷ്ടപ്പെട്ടത് ശരിക്കും ആ പെർഫോമൻസിനടുത്ത് ജോബോ സംഗീതം ആരോ ഒരാൾ പാടിയിട്ടുണ്ടായിരുന്നു ആ സമയത്തായിരുന്നു. പിന്നെ ബെസ്റ്റ് ആക്ടർ അമൃത TV ബെസ്റ്റ് ആക്ടർ എന്ന് പറഞ്ഞൊരു റിയാലിറ്റി ഷോ ഉണ്ടായിരുന്നു. അതില് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ അല്ല ഓഡിഷന് പോയിട്ട് സെലക്ട് ചെയ്തില്ല സർത്തിട ഞങ്ങള്. ആ റിയാലിറ്റി അതിന്റെ ഫസ്റ്റ് സീസൺ ഓഡിഷന് പോയ ഞങ്ങൾ ഇപ്പൊ മലയാള സിനിമയിലുള്ള 2-3 പേരുണ്ടായിരുന്നു. ഞാൻ അന്ന് അവിടെ വെച്ച് പരിചയം, ട്രിവാൻഡ്രത്ത് വെച്ചായിരുന്നു എന്റെ ഓഡിഷൻ ഞാൻ പങ്കെടുത്തത്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഓർ ഫോർച്ചുനേറ്റ്ലി അന്ന് എന്നെ സെലക്ട് ചെയ്തില്ല. ഇല്ല ആസിഫേ, നമ്മുടെ ഗാനഗന്ധർവൻ ആദ്യമായിട്ട് ഓൾ ഇന്ത്യ റേഡിയോ സ്റ്റേഷൻ ഓഡിഷന് പോയിട്ട് മഹാവൃത്തികെട്ട ശബ്ദം എന്ന് പറഞ്ഞ് അടിച്ചോടിച്ച ആളാണ്. അതിൽ കൂടുതലൊന്നും ഇല്ലല്ലോ ആസിഫ്. അപ്പൊ എനിക്ക് ഇന്റർവ്യൂല് പറയാൻ എന്തെങ്കിലും